കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് BNS പുതിയ ഒരു സെക്ഷൻ നമുക്ക് പരിചയപ്പെടാം. സെക്ഷൻ ഇതാണ്, സെക്ഷൻ 74. BNS സെക്ഷൻ 74 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു പുരുഷൻ, ആ പുരുഷൻ എന്ന് പറയുമ്പോൾ എന്ത് പറയാം, ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും വിരോധമില്ല. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ആ സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുകയോ മനസ്സിലായാലേ, സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുകയോ അങ്ങനെ സ്പർശിക്കുന്നതിൻ്റെ ഫലമായി ആ സ്ത്രീയുടെ സ്ത്രീത്വത്തിന് തന്നെ ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് അത് മാറുകയോ മറ്റോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന സെക്ഷനാണ് ഇത് BNS 74 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: അസോൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ വിത്ത് ഇൻറ്റൻറ്റ് ടു ഔട്ട്റേജ് ഹെയർ മോഡസ്റ്റി. മനസ്സിലായില്ലേ? അവളുടെ അഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവളുടെ സമ്മതമില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചാലുണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നിയമത്തിൽ പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ്: whoever assaults or uses criminal force to any woman intending to outrage or knowing it to be likely that he will there outrage her modesty shall be punished with the imprisonment of either description for a term which shall not be less than 1 year but which may extend to 5 years and shall also be liable to fine എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ കേസ് കൊടുത്ത കാര്യങ്ങൾ സത്യസന്ധമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയും, അല്ലെങ്കിൽ അത് വേണമെങ്കിൽ 5 വർഷം നീണ്ടു നിൽക്കുന്ന തടവ് ശിക്ഷയായിട്ട് മാറ്റുവാനും സാധിക്കും. കൂടാതെ അതിൽ എന്ത് വരുന്നുണ്ട്, ഒരു ഫൈനും വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു അടിപൊളി നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്, പല നിയമങ്ങളും പല ആൾക്കാരും ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു പോലീസുകാരൻ്റെ അവസ്ഥയാണ്. അദ്ദേഹം തിരക്കുള്ള സമയത്ത് ഒരു ട്രാഫിക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 പെൺപിള്ളേർ വരുന്നു. അവർ ട്രാഫിക് റൂൾസ് തെറ്റിച്ചുകൊണ്ട് വണ്ടി കൊണ്ടുവന്നപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നു, ജോലിയോടുള്ള ആത്മാർത്ഥതയുടെ ഭാഗമായിട്ട് ആ വണ്ടി തടയുകയാണ് ഉണ്ടായത്. കാരണം അങ്ങനെ ട്രാഫിക് റൂൾ തെറ്റിക്കാനായിട്ട് ഇന്ത്യയിലുള്ള ഒരാൾക്കും അവകാശമില്ല, ആർക്കും അവകാശമില്ല. പക്ഷേ ഇവർ അങ്ങനെ തെറ്റിച്ച് വന്നപ്പോൾ ചേട്ടൻ എന്ത് ചെയ്യുന്നു, തടഞ്ഞു. അവിടെ കുറച്ച് സീനൊക്കെയായി. പെൺപിള്ളേർ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായി? അപ്പോൾ നിയമങ്ങളുണ്ട്. ആ നിയമത്തിനെ അവർ മിസ്യൂസ് ചെയ്തു. പുള്ളിക്കാരൻ 2014 മുതൽ ഏകദേശം കുറച്ച് വർഷത്തോളം സസ്പെൻഷനിലായിരുന്നു. പിന്നെ അതിൻ്റെ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത്യാവശ്യം പൈസ ചിലവ് വന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ തടഞ്ഞു വെച്ചിട്ടുള്ള ശമ്പളം കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ആൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതും ഒന്നും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിയമങ്ങളുണ്ട്. നിയമങ്ങൾ സത്യസന്ധമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പരമാവധി അത് മിസ്യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. ബൈ.